പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ഇറാനും നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായിട്ട് മുന്നേറുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ചർച്ചകൾ ഫലം നൽകുന്നുണ്ട് എന്നും അതിലൂടെ തന്നെ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം സുഗമമാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണക്കടത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു ജലപാത വീണ്ടും തുറക്കാൻ സഹായിക്കുന്നതിനായിട്ട് ഇറാനുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ജയശങ്കർ പറഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ 2 ഇന്ധന കപ്പലുകൾ ഈ ഒരു പാതയിലൂടെ സുരക്ഷിതമായിട്ട് യാത്ര തിരിച്ചത് സമാധാനപരമായിട്ടുള്ള ചർച്ചകളുടെ ഫലമായിട്ടാണ് രാജ്യം കണക്കാക്കുന്നത്. ഓരോ കപ്പലിന്റെയും നീക്കം പ്രത്യേകമായിട്ട് പരിശോധിച്ചാണ് അനുമതി ലഭ്യമാക്കിയത് എന്നും മറ്റു വിദേശ രാജ്യങ്ങൾക്കും ഈ ഒരു നയതന്ത്ര മാതൃക പിന്തുടരാവുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായിട്ടുള്ള സജീവമായ ബന്ധം അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ ഇപ്പോഴും അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ഫലം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചകൾ ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ചർച്ചകൾക്ക് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ട് എന്നും നിലവിലെ സാഹചര്യം പരിഹരിക്കുന്നതിന് ഇറാനുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടലാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നതായിട്ട് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഒരു യുദ്ധം നടക്കുന്നതിനിടയിലും ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ ഒരു വഴി ഒരുക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. കാരണം അത്രയും നയതന്ത്ര ചർച്ചകൾ നടത്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നാം യുക്തിസഹമായിട്ട് ചിന്തിക്കുകയും ഏകോപിപ്പിക്കുകയും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഇത്. ഇന്ത്യയുടെ ഈ ഒരു സമീപനം മറ്റുള്ളവർക്കും ഇത്തരം ഇടപെടലുകൾ നടത്താൻ സാഹചര്യം ഒരുക്കുമെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാകുമെന്നും ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ്. ചർച്ചകളുടെ ഇതുവരെയുള്ള ഫലങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ചർച്ചകൾ ഇപ്പോഴും നടന്നു വരികയാണെന്നാണ് ഈ ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. നയതന്ത്ര ഇടപെടലുകളിലൂടെയുള്ള പുരോഗതിയുടെ ഉദാഹരണമായിട്ട് ശനിയാഴ്ച 2 ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG അതായത് വാഹക കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോയ കാര്യം ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ഈ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ ഏകദേശം 92,712 മെട്രിക് ടൺ LPGയുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവ മുദ്ര, കണ്ല തുറമുഖങ്ങളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളുടെ കാര്യത്തിൽ ഇറാനുമായിട്ട് ഇന്ത്യ ഒരു പൊതുവായ കരാറിൽ എത്തിയിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജയശങ്കറിന്റെ അഭിപ്രായത്തിൽ ചർച്ചകൾ തുടരുന്നതിനാൽ കപ്പലുകളുടെ നീക്കം ഓരോ കേസും പ്രത്യേകം പരിഗണിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ചർച്ചകൾ നിലനിൽക്കുന്നതിനിടെയാണ് ന്യൂഡൽഹിയുടെ സമീപനം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ഇറാനുമായിട്ടുള്ള ഓരോ രാജ്യത്തിന്റെയും ഇടപെടൽ അതാത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും സമാനമായിട്ടുള്ള ക്രമീകരണം പിന്തുടരാനാകുമോ എന്ന ചോദ്യത്തിന് ഇറാനുമായുള്ള ഓരോ രാജ്യത്തിന്റെയും ഇടപെടൽ അവരുടെ സ്വന്തം സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞിട്ടുള്ളത്. നേരിട്ടുള്ള ഒരു താരതമ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇറാനുമായിട്ട് ആശയവിനിമയ ചാനലുകൾ നിലനിർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ സമീപനം പങ്കിടാൻ തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും US ഇറാൻ തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഇന്ത്യയെ സഹായിച്ചേക്കുമെന്നും സൂചിപ്പിച്ച് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വിഷയത്തിൽ മറ്റു രാജ്യങ്ങളെ സമീപിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നും ഈ റൈറ്റ് പറയുന്നുണ്ട്. എന്തായാലും USനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചില രാജ്യങ്ങളെ കുറിച്ച് ട്രംപ് തന്നോട് പറഞ്ഞതായിട്ട് റൈറ്റ്സ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു രാജ്യങ്ങളെ കുറിച്ച് പരാമർശിക്കവെയാണ് ഇന്ത്യയുടെ കാര്യവും റൈറ്റ് സൂചിപ്പിച്ചത്. ഈ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ മറ്റു രാജ്യങ്ങളെ സമീപിക്കുകയാണെന്ന് ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജപ്പാൻ, ഈ ചൈന, UK, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകൾ
പരാമർശിച്ചു. ചില രാജ്യങ്ങൾ US-നെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും റൈറ്റ്സ് ആണ് ഇക്കാര്യം ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേക പേരുകൾ നൽകാമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ക്രിസ് റൈറ്റ് ചോദ്യം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ പേര് പരാമർശിക്കുകയും ചെയ്തു. താൻ ആ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും എന്നാൽ വിവരങ്ങൾ പുറത്തു വിടില്ലെന്നും ഈ റൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ, കൊറിയ, ചൈന, തായ്ലൻഡ്, ഇന്ത്യ എന്നിവയുടെ മൊത്തം ഊർജ്ജ വിതരണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഹോർമുസ് കടലിടുക്കിലൂടെയാണ് വരുന്നത് എന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിൽ ലോകം ഒന്നിക്കുമെന്നും US-ന്റെ ആ ഒരു ലക്ഷ്യം നേടാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും റൈറ്റ്സ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വലിയ യുദ്ധം നടക്കുമ്പോഴും ഇത്തരം ഈ ചർച്ചകളും പറയുന്ന പ്രതികരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പല് നമ്മുടെ ഇന്ത്യൻ പതാക പതിച്ച ആ ഒരു കപ്പൽ കടന്നു വന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് നമുക്ക് ചില വീഡിയോകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അതേ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ തന്നെ ഒരു അഭിമാനമാണ്.